ഹലോ ഫ്ലൈവിലേഴ്സ്, നമ്മളിപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്താണ്. സ്പെയിനിലെ ബാർസലോണയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വീനിയാർഡിൻ്റെ അടുത്താണ് വന്നത്. ഈ ബൈക്കിൻ്റെ വേൾഡ് മീഡിയ റൈഡിന് വേണ്ടിയിട്ടാണ്. ഇത് റോയൽ എൻഫീൽഡിൻ്റെ പുതിയ ഗൊറില്ല 450. ഇത് വന്നിരിക്കുന്നത് ഒരു പുതിയ സെഗ്മെൻ്റ് ആയിട്ടാണ്. റോയൽ എൻഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സെഗ്മെൻറ്റ് റോഡ്സ്റ്റർ അല്ലെങ്കിൽ സ്ക്രാംബ്ലർ എന്ന് വിളിക്കുന്ന സെഗ്മെൻറ്റിലേക്ക് വന്നിരിക്കുന്ന ബൈക്കാണ്. ഇവിടെ വെച്ച് റൈഡ് ഇടാനുള്ള കാരണങ്ങളും ഈ ബൈക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ഓൺ മൈ ഫ്ലൈവിലേഴ്സ്, വെൽക്കം ടു ഫ്ലൈ. വൈസപ്പ് എന്ന് പറഞ്ഞൊരു ചാനൽ ഞാൻ എടുത്തൊരു പോഡ്കാസ്റ്റ് ചെയ്തിരുന്നു. അന്ന് അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ഇന്ത്യയിൽ നിന്നൊരു ഗ്ലോബൽ കാർ ബ്രാൻഡൊന്നും വന്നിട്ടില്ല, ഒരു ഫെറാറി ലംബോർഗിനി പോലൊന്നും വണ്ടി വരാത്ത എന്താണ്? അന്ന് ഞാൻ പറഞ്ഞൊരു ആൻസർ ഉണ്ട്. ഇന്ത്യയുടെ ഒരു ഓട്ടോമൊബൈൽ ചരിത്രം അല്ലെങ്കിൽ ഹെറിറ്റേജ് എന്ന് പറയുന്നത് എല്ലാം അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഹെറിറ്റേജാണ്. നമ്മൾ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള രീതിയിലുള്ള ഒരു ചരിത്രമില്ല. അത് നമ്മൾ പല സംഗതിയിലുണ്ട്. ഇപ്പം മെഡിക്കൽ സെക്ടറിലും അതുപോലത്തെ മാർഷൽ ആർട്ട്, ലാംഗ്വേജ്, ഈവൻ ലേറ്റസ്റ്റ് പറയുന്ന IT-ലെല്ലാം വന്നെങ്കിലും ഓട്ടോമൊബൈൽ ഒരിക്കലും ഇന്ത്യയിൽ നിന്നും വന്നിട്ടുള്ള ഒരു കാര്യമില്ല. ആ സമയത്തുള്ള സയൻസും ടെക്നോളജിയും അങ്ങനെയായിരുന്നു. പക്ഷേ നമ്മൾ അഡോപ്റ്റ് ചെയ്ത ഒരു ബ്രാൻഡ് ഗ്ലോബലി വളർന്നിട്ടുണ്ടെങ്കിൽ അത് റോയൽ എൻഫീൽഡാണ്. ഇതൊരു ബ്രിട്ടീഷ് ബ്രാൻഡാണ്, 100 കൊല്ലത്തിനേറെ ഹെറിറ്റേജ് ഉള്ള ബ്രാൻഡാണ്. പക്ഷേ ഇന്നിപ്പോൾ അതൊരു ഇന്ത്യൻ ഓൺഡ് ബ്രാൻഡാണ്. ഇന്ത്യൻ ഓൺ ആണെങ്കിലും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു ബ്രാൻഡാണ്. ലോകത്ത് എവിടെ പോയാലും റോയൽ എൻഫീൽഡ് കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ആ റോയൽ എൻഫീൽഡിൻ്റെ പ്രസൻസ് ശരിക്കും ഒന്നുകൂടെ സ്പ്രെഡ് ഔട്ട് ചെയ്യാനാണ് പുതിയൊരു സെഗ്മെൻറ്റ് തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. റോഡ്സ്റ്റർ അല്ലെങ്കിൽ സ്ക്രാംബ്ലർ എന്ന് പറഞ്ഞ സെഗ്മെൻറ്റിലേക്ക് നമ്മൾ ഹിമാലയൻ്റെ പുതിയ 450ൻ്റെ ഷെർപ്പ പ്ലാറ്റ്ഫോമിലാണ് ഇത് വന്നിട്ടുള്ളത്. ഷെർപ്പ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹിമാലയൻ കോൺക്രീ ചെയ്യുന്ന, അതായത് എവറസ്റ്റിലും കോൺക്രീ ചെയ്യുന്ന നേപ്പാളി ക്ലൈംബേഴ്സിനാണ് ഷെർപ്പ എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ പേരിനും ഒരു പ്രത്യേകത. ഗറില്ല പറഞ്ഞാൽ ഗൊറില്ല അല്ല കേട്ടോ അത്. അപ്പോൾ അങ്ങനെ ഇനി ഇന്ത്യയിൽ പേര് വരാൻ ചാൻസ് ഉണ്ട്. ഗറില്ല പറഞ്ഞാൽ നമ്മൾ ഗറില്ല വാർ സ്റ്റൈൽ ഉണ്ടല്ലോ, ആ സോൾജേഴ്സ് അവർക്ക് പ്രത്യേകതകൾ കുറേ ഉണ്ട്. അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ കുറേ പ്ലാൻഡും പ്രിസൈസ്ഡും അത് ഹൈഡ് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യുന്ന രീതി, ഇതെല്ലാം ഗറില്ല വാർ എഫെയറിൻ്റെ ഒരു എലമെൻറ്റ്. അതുപോലുള്ള ഒരു ടൈപ്പ് വെഹിക്കിളാണ്. ഇത് കുറച്ച് ഹിഡൻ ആണ്, പക്ഷേ ഭയങ്കര പെർഫോമൻസ് ആണ് എന്നുള്ളതാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ബൈക്കായിട്ടാണ് ഗറില്ല 450 വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഡിസൈൻ മുതൽ പലതും കംപ്ലീറ്റ്ലി ന്യൂ ആണ്. അപ്പോൾ അതെല്ലാം നമുക്ക് നോക്കാം. സോ ദിസ് ഇസ് ഗറില്ല 450. എന്തുകൊണ്ട് ഇവിടെ വെച്ച് നടത്തും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ US നമ്മൾ പോയിരുന്നു, റോയൽ എൻഫീൽഡിൻ്റെ ഹണ്ടറിന് തായ്ലൻഡിൽ പോയിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചു, എന്തിനാണ് ഇന്ത്യൻ ബൈക്ക് മാനുഫാക്ചർ ഇവിടെല്ലാം പോയിട്ട് റൈഡ് ചെയ്യുന്നത്, നിങ്ങളെ മീഡിയക്കാരെ പ്ലീസ് ചെയ്യിക്കണം. എല്ലാത്തിനും ഓരോ കാരണങ്ങളുണ്ട്. കാരണം ഈ യൂറോപ്പിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു മോഡലാണ്, യൂറോപ്പിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് മോഡലാണ്. അതിൽ തന്നെ യൂറോപ്പിൽ തന്നെ സ്പെയിൻ സെലക്ട് ചെയ്യാൻ കാരണം റോയൽ എൻഫീൽഡിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്ന 3 സ്ഥലത്താണ്. ഒന്ന് ഇന്ത്യയിൽ, മറ്റൊന്ന് UK, പിന്നെ ഒന്നുള്ള സ്പെയിനിലാണ്. സ്പെയിനിൽ ബാർസലോണയുടെ അടുത്തുള്ള സ്ഥലത്താണ് അവരുടെ ഡെവലപ്മെൻറ്റ് സെൻ്ററിൽ. അപ്പോൾ ഈ 3 സ്ഥലങ്ങൾ ഒരു ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. US എന്തായിരുന്നു പോയെന്ന് വെച്ചാൽ നമ്മളന്ന് ഷോർട്ട് ഗൺ ഇറങ്ങിയത് മോഡിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്യുന്നുള്ള ബൈക്കാണ്. ഏറ്റവും വലിയ മാർക്കറ്റ് അതിന് ക്രൂസർ ബൈക്കിൻ്റെ US ആണ്. അതുപോലെ തന്നെ തായ്ലൻഡിൽ നമ്മൾ ഹണ്ടർ പോകാൻ കാരണം ചെറിയ സെഗ്മെൻറ്റ് ബൈക്കിൻ്റെ ഒരു മാർക്കറ്റാണ്. അപ്പോൾ ഇങ്ങനെ റീസൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സ്പെയിനിൽ വന്നത്. സ്പെയിനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അതിൽ ബാർസലോണ പറഞ്ഞൊരു നല്ലൊരു തീരമാണ്. അവിടുന്ന് ഏകദേശം 100 കിലോമീറ്റർ റൈഡ് ചെയ്തിട്ട് എത്തിയിട്ടുള്ള സ്ഥലം. അതൊരു വീനിയാർഡാണ്. ഇവിടെ റെസ്റ്റോറൻ്റ് എല്ലാം ഉണ്ട്. നമ്മളൊരു റൈഡ് വലിയൊരു പാർട്ട് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ട് ഇത്രയും ലെങ്ത് എനിക്കുണ്ടാവില്ല, കാരണം നമ്മൾ ഗ്രൂപ്പ് 2 ആദ്യം ലോങ് റൂട്ട് എടുത്തിട്ടുള്ളത്. ടോട്ടൽ 175 കിലോമീറ്ററിനുള്ള റൈഡാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ വണ്ടി എക്സ്പീരിയൻസ് ചെയ്തു ആൻഡ് ക്വൈറ്റ് ഇംപ്രസ്ഡ് എന്ന് തന്നെ പറയാം. ആൻഡ് ഐ എം ലവിങ് ഇറ്റ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിസൈൻ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പുതിയ ഹിമാലയൻ്റെ ഷെർപ്പ പ്ലാറ്റ്ഫോമിലാണ് ഈ ബൈക്ക് വന്നെങ്കിലും ഒരുപാട് കാര്യങ്ങളൊന്നും ഹിമാലയൻ എടുത്തില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ എടുത്തു. തുടക്കത്തിൽ നമുക്ക് ലൈറ്റ് നോക്കാം. ലൈറ്റ് ഹിമാലയൻ എടുത്തിട്ടുള്ളതാണ്. പിന്നെ മീറ്റർ കൺസോളിൻ്റെ 2-3 ടൈപ്പ് ഉണ്ട്, 3 വേരിയൻ്റ് ഉണ്ട്. അപ്പോൾ അതിനും കുറച്ച് കാര്യങ്ങളെല്ലാം ഹിമാലയൻ എടുത്തു. ബാക്കിയെല്ലാം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഫ്രണ്ടിൽ വന്നാണെങ്കിലും ഇപ്പോൾ വീലാണെങ്കിലും നോക്കിയാലും നമുക്ക് ഹിമാലയൻ ഡിഫറെൻ്റ് ആയിട്ട് കാണാം. ഫോർക്ക് അങ്ങനെ വന്നിരിക്കുന്നത്. ഹാൻഡിലിൻ്റെ രീതി ആണെങ്കിലും കുറച്ചൊരു അപ്രൈറ്റ് ആയിട്ട്, കാരണം ഇതൊരു ഞാൻ പറയല്ലോ സ്ക്രാംബ്ലർ രീതിയിൽ ഉപയോഗിക്കുക. അപ്പോൾ കുറച്ച് ലേറ്റ് ബാക്ക് ആയിട്ട് ഓടിക്കുക. ഞാൻ സ്പീഡിൽ പോകണമെങ്കിൽ കുറച്ച് ഫ്രണ്ടിലേക്ക് വരുന്ന പവർ അല്ലെങ്കിൽ ലീൻ ചെയ്ത് ഓടിക്കുന്ന രീതിയിൽ ഓടിക്കണമെങ്കിൽ ആ രീതിയിലുള്ള ഹാൻഡിലുള്ള ഈ മീറ്ററിനെ കുറിച്ച് പറയുമ്പോൾ 3 തരത്തിലുള്ള മീറ്റർ ഉണ്ട്. ഒന്ന് ഫുള്ളി TFT ആയിട്ടുള്ള മീറ്റർ ഉണ്ട്. അത് നമുക്ക് ഇവിടെ മോഡെല്ലാം സെലക്ട് ചെയ്യുക. അതിൽ നമുക്ക് കളർ ഓപ്ഷൻ ഉണ്ട്, ബ്രൈറ്റും ഡാർക്കും വയ്ക്കുക. അതായത് നമ്മൾ ട്രിപ്പ് കൺട്രോൾ എല്ലാം ഇവിടെ കൺട്രോളിൽ ചെയ്യാൻ പറ്റും. അത് ഫോണിൽ നമുക്ക് കണക്ട് ചെയ്യാൻ, നമ്മൾ ഫോണിലെ ആപ്പിലും കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റൈഡ് മോഡും ഉണ്ട്, അതിവിടെ സെറ്റ് ചെയ്യാം. ഈ പോലെ തന്നെ
മറ്റു മീറ്ററുള്ളത് TFTയും അനലോഗും ചേർന്നിട്ടുള്ള മീറ്ററാണ്. അത് വേറെ വേരിയൻ്റ് വരുന്നത്. ഏറ്റവും ബേസിക്കലി വന്നിരിക്കുന്ന ഫുള്ളി അനലോഗ് ആയിട്ടുള്ള മീറ്ററാണ്. പിന്നെ ഈ ഹാൻഡിലെല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡിഫറെൻ്റ് ആണ്. പക്ഷേ നമുക്ക് ബ്രേക്ക് ലിവറെല്ലാം തന്നെ പരിചിതമാണ്. ഹാൻഡിൽ വന്നിരിക്കുന്ന എല്ലാം തന്നെ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. സ്വിച്ചസ് എല്ലാം ഓരോ തവണ ഇമ്പ്രൂവ് ചെയ്യുന്നേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഷോർട്ട് ഗണ്ണെല്ലാം കണ്ട തരത്തിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാം. നമുക്കിവിടെ ബട്ടണിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അസാഡും അതുപോലെ തന്നെ മോഡ് ബട്ടണെല്ലാം ഇവിടെ ഉണ്ട്. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഹെഡ്ലൈറ്റ് ഉണ്ടാവും, കൺട്രോളും ഹോണ് അങ്ങനത്തെ എല്ലാം വരുന്നുണ്ട്. പിന്നെ ഈ ട്രിപ്പ് കൺട്രോൾ ചെയ്യാനുള്ള 2 ബട്ടൺസും ഉണ്ട്. ഈ ഗ്രിപ്പെല്ലാം തന്നെ നല്ല ഗ്രിപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ജാക്കറ്റിലെല്ലാം ആയിട്ട് ഓടിക്കുമ്പം മിക്കവാറും ഗ്ലൗസ് ഇട്ട് ഓടിക്കുന്നെങ്കിലും എല്ലാതും ഓടിക്കുന്ന ബെയർ ഹാൻഡ് ഓടിക്കുമ്പോൾ നല്ല ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. ടാങ്ക് 11 ലിറ്ററിൻ്റെ ടാങ്കാണ്. വളരെ ഡിഫറെൻറ്റ് ഷേപ്പാണ്. ഇതുവരെ ഒരു ബൈക്കിലുള്ള അല്ലെങ്കിൽ റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബൈക്കിൽ വരാത്തൊരു ഷേപ്പ് വന്നിരിക്കുന്നത്. ഇതും ആ പറഞ്ഞ പോലെ തന്നെ ആ സീറ്റിംഗ് പോസ്ചറിനും എല്ലാം കണക്കായിട്ട് ഇരിക്കുന്ന രീതിയിലും അതുപോലെ തന്നെ നല്ലൊരു ഡൈനാമിക്സ് കിട്ടുന്ന രീതിയിലുള്ള. ടാങ്കിനെ കുറിച്ച് പറയുമ്പോൾ 3 വ്യത്യസ്ത ടൈപ്പിലുള്ള വേരിയൻസ് ഉണ്ട്. അതിൽ ടോപ്പ് എൻഡിൽ നിൽക്കുന്ന ഒരു കളർ തീമാണിത്. ഇതിൽ ഇവിടെ നമുക്ക് കാണുന്നതെല്ലാം തന്നെ ഈ പേർപ്പിൾ കളർ റോയൽ എൻഫീൽഡ് പേർപ്പിളിലാണ് കൊടുത്തിരിക്കും. ബാക്കി ഗറില്ല എന്നുള്ള ബ്ലാക്കിൽ കൊടുത്തത്. ഇതൊരു സ്റ്റിക്കർ കൊടുത്തിട്ട് അതിൻ്റെ മേലെ ക്ലിയർ അടിച്ചിരിക്കുകയാണ്. പിന്നെ വൈറ്റും ബ്ലൂ ഉള്ള ലൈൻസ് ഉണ്ട്. അത് പ്യുവർ ആയിട്ടുള്ള പെയിൻറ്റിംഗ് ആണ്. പിന്നെ റോയൽ എൻഫീൽഡ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നോക്കാം. പ്ലെയിൻ കളേഴ്സെല്ലാം വരുന്നുണ്ട്. എഞ്ചിനിലേക്ക് നോക്കുമ്പോൾ എഞ്ചിൻ അഗെയിൻ ഒരു ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പ്ലേസിങ് എല്ലാം നല്ല രസമുണ്ട്. ലിക്വിഡ് കൂൾഡ് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ റേഡിയേറ്റർ കാണാം. ഇതിലെല്ലാം തന്നെ പ്രൊട്ടക്ഷൻ കാർഡും മറ്റെല്ലാം ആക്സസറികൾ വരുന്നുണ്ട്. ഈ ബ്ലാക്ക് ഔട്ട് ചെയ്ത് നിൽക്കുന്ന എൻഫീൽഡിൻ്റെ ആ ഒരു എഞ്ചിനും അതിൻ്റെ ഒരു പോസ്റ്ററും അതെങ്ങനെ ഇതിൽ ഏറ്റവും തിക്കായിട്ട് കൊള്ളിച്ചിട്ടുണ്ടെന്നുള്ളതും ആണ് അടിപൊളിയായിട്ടുള്ളത്. പിന്നെ റൈഡിങ് നമ്മൾ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനിലാണ് കാലിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഓടിക്കുന്നത് ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കംഫർട്ട് പൊസിഷനാണിത്. പക്ഷെ ലീൻ ചെയ്യുമ്പോഴാണെങ്കിൽ ഈ കംഫർട്ട് ശരിക്കും കുറയുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെയാണ് ഫുഡ് റെസ്റ്റുകളും അതുപോലെ തന്നെ ബ്രേക്കും ഗിയർ ലിവേഴ്സ് എല്ലാം അതിന് പറ്റുന്ന രീതിയിലാണ്. ചെറിയ പിനിയൻ സീറ്റാണ് ഉള്ളത്. ഫ്രണ്ട് സീറ്റ് കംഫർട്ടബിൾ ആണ്. ഈ ഒരു ബക്കറ്റ് ഫീലെല്ലാം ശരിക്കും നല്ല സപ്പോർട്ടീവായിട്ട് തോന്നിയിട്ടുണ്ട്. പിനിയൻ സീറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വളരെ മെലിഞ്ഞിട്ടുള്ള ഒരു പിനിയൻ ആണെങ്കിൽ, അത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും മെലിഞ്ഞിട്ടുള്ള ആളുകൾക്കായിരിക്കും കംഫർട്ടബിൾ. അല്ലെങ്കിൽ നമ്മൾ അത്രയും അടുത്തിരിക്കണം. അപ്പം എനിക്ക് അങ്ങനത്തെ രീതിയിൽ റൈഡ് ചെയ്തിട്ടുള്ള ശീലമില്ല. ഞാൻ മിക്കവാറും സിംഗിൾ റൈഡ് അല്ലെങ്കിൽ പിനിയനായിരിക്കുന്നുണ്ടെങ്കിൽ അടുത്തിരിക്കുന്നതിൽ ഇഷ്ടമില്ല. അപ്പോൾ അങ്ങനത്തെവർക്ക് പറ്റിക്കണമെന്നില്ല. പിനിയൻ്റെ ഫുഡ് റെസ്റ്റ് കുറച്ച് പൊങ്ങിയിട്ട് വരുന്നത്. പിന്നെ സൈലൻസറിൻ്റെ ആ ഒരു ഷേപ്പ് നന്നായിട്ടുണ്ട്. വീൽ ഡിസൈനും അടിപൊളിയാണ്. ഫ്രണ്ടിലും റിയറിലും ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. മോണോ സസ്പെൻഷനാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം. ഷോക്കെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഷാസിൻ്റെ എലമെൻ്റ് എല്ലാം ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. റിയറും നല്ല രീതിയിൽ സ്ക്ലപ്റ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു സ്പോർട്സ് കാറിനുള്ള ഫീൽ നമ്മൾ സാധാരണ ഒറ്റ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് 911 ഒരു ഫീൽ ഇവിടുത്തെ ചെറിയൊരു ഫോർമേഷനിലെല്ലാം കിട്ടുന്നുണ്ട്. സിംഗിളായിട്ടുള്ള ഒരു ടെയിൽ ലൈറ്റ് ഇല്ല. ഈ 2 ഇൻഡിക്കേറ്റേഴ്സിൽ തന്നെയാണ് റെഡ് ലൈറ്റ് ആയിട്ടുള്ള കൊടുത്തിട്ടുള്ള ടെയിൽ ലൈറ്റ്. ഇൻഡിക്കേറ്റേഴ്സും ഇതിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം UK രജിസ്റ്റേർഡ് ബൈക്കാണ്. കാരണം അവരുടെ ഞാൻ നേരത്തെ UK സെൻറ്റർ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ എന്താ UKൻ്റെ പ്ലേറ്റ് പൊതുവേ വലുതാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ചുകൂടി ചെറുതായിരിക്കും. അതെല്ലാം തന്നെ ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. UK ആയതുകൊണ്ട് കുറച്ച് വലിയ പ്ലേറ്റ് ആയിട്ടുള്ള ചെറിയൊരു വൃത്തിയോടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെടാത്ത 2 എലമെൻറ്റിൽ ഒന്ന് ഈ പ്ലേറ്റ് പറഞ്ഞതും രണ്ടാമത് ഈ ഒരു പേർപ്പിൾ കളർ റോയൽ എൻഫീൽഡ് കൊടുത്തതാണ്. അത് കുറച്ച് ഗേളിഷ് ആകാൻ സംശയം. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അഭിപ്രായം കമൻറ്റിൽ പറയാം. 100ഓളം ഗ്ലോബൽ മീഡിയാസ് അടങ്ങുന്ന ഒരു ഇവൻ്റാണിത്. ഇതിപ്പോൾ ഇന്ത്യയെ അതുപോലെ തന്നെ ചെറിയ കൺട്രീസും ആക്ച്വലി ഫസ്റ്റ് ഡേയിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഈ ഡേ ഇന്ത്യയിൽ നിന്നും ഏകദേശം എനിക്ക് തോന്നുന്നൊരു 10-15 മീഡിയാസ് ഉണ്ട്. 20 മീഡിയാസോളം ഉണ്ടാവും. പിന്നെ വന്നിരിക്കുന്നത് ഓസ്ട്രേലിയ, മലേഷ്യ, പിന്നെ അതുപോലെ തന്നെ ജപ്പാൻ, ഇങ്ങനെയുള്ള ഈസ്റ്റേൺ കൺട്രീസാണ്. ഇനി അങ്ങോട്ടുള്ള അടുത്ത ദിവസം നാളത്തെ ദിവസം യൂറോപ്പിൽ നിന്നും US നിന്നും ലാറ്റിൻ അമേരിക്കയിൽ നിന്നെല്ലാം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഇവർ ക്യാമറ നമുക്ക് ഷെയറിംഗ് ആണ്. ഇത്രയും മീഡിയക്ക് സംസാരിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പീസ് ടു ക്യാമറ ആയിട്ട് നിൽക്കുന്ന കുറച്ച് ഭാഗങ്ങളും റൈഡ് എക്സ്പീരിയൻസ് ഞാൻ വോയിസ് ഓവറിലായിരിക്കും ചെയ്യുന്നുണ്ട്. ഞാൻ റൈഡ് ചെയ്യുന്ന എൻ്റെ ജാക്കറ്റും ഗിയേഴ്സും ഹെൽമെറ്റെല്ലാം ഇതാണെന്ന് കാണാം. അപ്പോൾ എൻ്റെ മാത്രം അറിയില്ല റൈഡിങ് ഫുട്ടേജ് ഉണ്ടാവും. എന്നാൽ അതേമാതിരി ഷെയർ ചെയ്യുന്നുണ്ടാവും. ഞാനാണെങ്കിലും ഫുൾ റൈഡിൻ്റെ ഡേയിൽ നിൽക്കുന്നില്ല. ഞാൻ ഫുൾ റൈഡ് ചെയ്യും. പക്ഷേ ഇത് കഴിഞ്ഞാൽ ഞാൻ ഗ്രൂപ്പിൻ്റെ കൂടെ അല്ല, നേരെ പോവാണ്. നമുക്ക് UKയിൽ ടാറ്റൻ്റെ ഒരു ഡിസൈൻ സെൻറ്റർ വിസിറ്റ് ഉണ്ട്. അപ്പോൾ ഇന്നെനിക്ക് രാത്രി UKയിലേക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് കുറച്ച് വേറെ റൈഡേഴ്സ് നേരെ പോകുന്നുണ്ട്. അവരെ കൂടെ പോകും. അവിടെ ഷൂട്ടിംഗ് നടക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കിയുള്ള ഫുട്ടേജ് ഉപയോഗിക്കും. എൻ്റെത് ഈ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് വിത്ത് ദിസ് ഐക്കൺ ഹെൽമെറ്റ് വിത്ത് ഗോൾഡൻ ഷെയ്ഡ്, ഇതാണ് എൻ്റെത്. അപ്പോൾ നമുക്കിനി വണ്ടിയുടെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ റൈഡിങ് എക്സ്പീരിയൻസും എഞ്ചിനെ കുറിച്ചെല്ലാം നമുക്ക് വോയിസ് ഓവറിൽ നോക്കാം. റോയൽ എൻഫീൽഡ് റീസെൻ്റ്ലി ഇറക്കിയിട്ടുള്ള ഹിമാലയത്തിൽ വന്നിരിക്കുന്ന അതേ എഞ്ചിനാണ് പുതിയ ഗറില്ല 450 ഹിമാലയൻ്റെ ഷെർപ്പ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുള്ള 452cc വരുന്ന ലിക്വിഡ് കൂൾഡ് മൾട്ടി ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയിട്ടുള്ള ഡബിൾ ഓവർഹെഡ് ക്യാം എഞ്ചിനാണത്. 40 PS ആണ് ഇതിൻ്റെ പവർ വരുന്നത്. 40 Nm ടോർക്കും വരുന്നുണ്ട്. പവർ ബാൻഡ് 8000 RPM വരെയും 5500 RPM വരെയാണ് ലഭിക്കുന്നത്. ഇലക്ട്രിക് സ്റ്റാർട്ട് സിസ്റ്റമാണ് ഇതിൽ വരുന്നത്. ഫ്രണ്ടിൽ 43 mm ടെലിസ്കോപ്പിക് ഫോക്സ് സസ്പെൻഷനാണ് വരുന്നത്. റിയറിലാണെങ്കിൽ സിംഗിൾ ലിങ്കേജോടുള്ള മോണോഷോക്ക് ടൈപ്പ് സസ്പെൻഷനാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഇതിനുള്ളത്.
ഇത് 169mm ആണ് വരുന്നത്. നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ 11 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്കാണ് ഇതിലുള്ളത്. ഫ്രണ്ടിലും റിയറിലും ഹൈഡ്രോളിക് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ഫ്രണ്ടത്തെ 310mm വെന്റിലേറ്റഡ് ഡിസ്ക് ആണെങ്കിൽ റിയറിൽ വന്ന് 270mm വെന്റിലേറ്റഡ് ഡിസ്ക്കാണ്. പുതിയ ഗൊറില്ല 450ലുള്ള 17-inch അലോയോടുകൂടിയുള്ള ടയറാണ്. ഇതിൽ ഫ്രണ്ടിൽ 120/70 സെക്ഷനാണ് വരുന്നത്, റിയറിൽ 160/60 സെക്ഷനാണ്. C8ൻ്റെ ഗ്രിപ്പെക്സ് എന്നുള്ള ടയേഴ്സാണ് ഇതിലുള്ളത്. 12 വോൾട്ടിൻ്റെ ഇലക്ട്രിക് സിസ്റ്റവുമാണ് ഇതിൽ വരുന്നത്. റൈഡ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അത്യാവശ്യം റിഫൈൻഡ് ആയിട്ടുള്ളൊരു എൻജിൻ തന്നെയാണ് ഗൊറില്ല 450യുടേത്. ഇതിൻ്റെ ട്യൂണിങ് ലെവൽ ഹിമാലയായിട്ട് ഡിഫറെൻ്റ് ആണെന്നാണ് ക്ലെയിം ചെയ്തിട്ടുള്ളത്. ഞാൻ പുതിയ ഹിമാലയൻ റൈഡ് ചെയ്യാത്തതുകൊണ്ട് അതെനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഒന്നും പറയാൻ പറ്റില്ല. ഈ ഒരു ടൈപ്പിലുള്ള ബൈക്കിന് പറ്റുന്ന തരത്തിലുള്ള ട്യൂണിംഗ് ആണെന്നുള്ള ഈ റൈഡിൽ ശരിക്കും മനസ്സിലാവുന്നുണ്ട്. എസ്പെഷ്യലി നമുക്ക് പെട്ടെന്ന് തന്നെ പവർ ഡെലിവറിക്കും അതുപോലെ തന്നെ ലാഗില്ലാതെ ഡൗൺ ഷിഫ്റ്റ് ചെയ്തെടുക്കാനെല്ലാം തന്നെ സാധിക്കുന്നുണ്ട്. നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാർസലോനയിലെ W ഹോട്ടലിൽ നിന്നാണ്. ആദ്യം സിറ്റിയിലൂടെയും പിന്നെ കുറച്ച് ഹൈവേയിലൂടെയും പിന്നെ ഫുള്ളും മൗണ്ടൻ റോഡ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. മൗണ്ടൻ റോഡ്സിലായിരുന്നു ഈ ബൈക്കിൻ്റെ കൂടുതൽ ഫണ്ണ് ലഭിച്ചത്. ഒന്ന്, ഇതിൻ്റെ ആ ഒരു സൈസും ഷാസി മാനേജ്മെൻറ്റും അത്തരത്തിലായിരുന്നു. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു റൈഡിങ് എക്സ്പീരിയൻസ് ആണുള്ളത്. ഹൈറ്റ് കുറവുള്ളവർക്ക് ഏറ്റവും അനുയോജ്യമായ തരത്തിലാണ് സീറ്റിങ്ങും അതുപോലെ തന്നെ ഹൈറ്റും എല്ലാം വരുന്നത്. അത് ഞാൻ ഹൈറ്റുള്ള റൈഡേഴ്സിനോട് സംസാരിച്ചും അവർക്കും ഒരു അൺകംഫർട്ട്നെസ് തോന്നിയില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായത്, പിനിയൻ ഇല്ലാതെ സിംഗിൾ റൈഡിനാണ് ഇത് കൂടുതൽ ഉത്തമമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓടിച്ച വണ്ടികളെല്ലാം തന്നെ ഫസ്റ്റ് പ്രൊഡക്ഷൻ ലൈൻ വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ ചില വണ്ടികൾക്കെല്ലാം ചില കുഴപ്പങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളായിരുന്നു. പക്ഷേ ജനറലി വളരെ ഒരു സ്ട്രോങ് ഫിറ്റ് ആൻഡ് ഫിനിഷ് നമുക്ക് ഫീൽ ചെയ്തു. സീറ്റിൻ്റെ ഗ്രിപ്പെക്സ് ടയർ ശരിക്കും ലീൻ ചെയ്ത് ഓടിക്കുമ്പോഴെല്ലാം തന്നെ നല്ല ഗ്രിപ്പാണ് ലഭിച്ചത്. നമ്മൾ കരുതിയതിനേക്കാളും നല്ല ഗ്രിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നൊരു ടയറായിരുന്നു. ഇത്തരത്തിലുള്ള സെക്ഷൻ വെച്ചുകൊണ്ട് തന്നെ മാനൂവറബിലിറ്റി എളുപ്പം നടക്കുന്ന രീതിയിലാണ് ഫ്രണ്ടിലെ ടയറുണ്ടായിരുന്നത്. എനിക്ക് കൂടുതലും ഒരു ഹാർഡ് കോർ റൈഡിനേക്കാളേറെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത് ഒരു ലിഷറായിട്ടുള്ള റൈഡായിരുന്നു. പക്ഷേ നമ്മൾ മൗണ്ടൻ റോഡിലെത്തിയപ്പോൾ എല്ലാവരും കൂടെ തന്നെ പുഷ് ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് വലിയ എഫേർട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ശരിക്കും നമുക്ക് ഓവർ എഫേർട്ട് എടുക്കേണ്ടി വരാത്ത രീതിയിലാണ് ബൈക്ക് ഉണ്ടായിരുന്നത്. അത് ബൈക്ക് റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ നമുക്ക് ഉണ്ടാകുന്ന തരത്തിലുള്ള ഷോൾഡർ സ്റ്റിഫ്നെസ്സും കാര്യങ്ങളൊന്നും അത്ര ഉണ്ടായിരുന്നില്ല. പക്ഷേ പൊതുവേ ഒരു സ്ക്രാംബ്ലർ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട് ലീൻ ചെയ്ത് ഓടിക്കുന്ന പൊസിഷനായിരുന്നു ഏറ്റവും ഉത്തമം. പക്ഷേ ഹൈവേയിലും അതുപോലെ തന്നെ നമ്മൾ സിറ്റിയിലെല്ലാം ഓടിക്കും കുറച്ച് അപ്രൈറ്റായിട്ട് ഇരിക്കുമ്പോഴും നമുക്കൊരു കംഫർട്ട് ഫീൽ ലഭിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഹാഫ് ഓഫ് ദ വേ റൈഡ് ചെയ്ത് മടങ്ങിയോണ്ട് തന്നെ കൂടുതൽ എക്സ്പീരിയൻസ് എല്ലാം തന്നെ ഞാൻ ഇന്ത്യയിൽ വെച്ചിട്ട് ഒരു ലോങ് റൈഡിൽ ചെയ്യാമെന്നാണ് കരുതുന്നത്. എന്നാലും ഫസ്റ്റ് റൈഡ് എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായത്, ഈ ഒരു മോഡലോട് ഒരു റോയൽ എൻഫീൽഡ് പുതിയൊരു സെഗ്മെൻറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് മനസ്സിലായി റോയൽ എൻഫീൽഡിനേക്കാളേറെ ബുള്ളറ്റ് ആഗ്രഹിച്ച് ഇപ്പോൾ ഉള്ള സീരീസ് മാച്ച് ആകാത്ത ആളുകൾക്ക് ഒരു പുതിയൊരു എൻട്രി റോയൽ എൻഫീൽഡിൻ്റെ ബ്രാൻഡിലേക്ക് ഈ ബൈക്കിലൂടെ സാധിക്കും എന്നുള്ളതാണ്. എന്തായാലും നിങ്ങളും നിങ്ങളതായ രീതിയിൽ ട്രൈ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നിങ്ങൾക്ക് മാച്ച് ആവുന്നുള്ളത്. സോ ട്രൈ ഇറ്റ് ഔട്ട്. എന്തായാലും ഈ ഒരു ബാർസലോണ എക്സ്പീരിയൻസ് ശരിക്കും ഒരു ഐ ഓപ്പണിംഗ് ആയിരുന്നു. എവിടെ നിന്ന ബ്രാൻഡ് ഇവിടെ എത്തി എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കാവുന്ന തരത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് റോയൽ എൻഫീൽഡ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇതിനാണ് ഞാൻ മാർക്ക് കൊടുക്കുന്നത്. എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും ചെയ്യുക. എന്തായാലും ഈ ഒരു ഗൊറില്ല 450നെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ, റെഗുലർ റോയൽ എൻഫീൽഡ് ലൈനപ്പ് ആണോ നിങ്ങൾക്ക് ഇഷ്ടം, അതോ ഇത്തരത്തിലുള്ള പുതിയ മോഡൽ കൊണ്ടുവരുന്നതാണോ ഇഷ്ടം, ഇതെല്ലാം കമൻറ്റിൽ പറയാം. വീഡിയോ ലൈക്ക് ചെയ്യും ഷെയർ മറക്കാതിരിക്കുക. അടുത്താണ് മറ്റൊരു ബൈക്കിലായിട്ട് കാണാറ്. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്.